നല്ല നാടൻ പുളിങ്കറി ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കും നമ്മുടെ എല്ലാവരുടെ വീട്ടിലും അല്ലേ. അതിനെ കൂടുതൽ രുചികരമാക്കാനുള്ള ഒന്ന് രണ്ട് ടിപ്സും കൂടെ ഉണ്ട്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇന്ന് ഞാൻ വെള്ളരിക്കയും തക്കാളിയും വെച്ചിട്ടുള്ള പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഒരു 150 ഗ്രാം മുതൽ 200 ഗ്രാം വരെ നമുക്ക് വെള്ളരിക്ക എടുക്കാം. നമ്മുടെ മലബാർ വെള്ളരിക്ക. ഒരു 3 പേർക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. തക്കാളി അതേപോലെ തന്നെ ഒരു 75 ഗ്രാം മുതൽ 100 ഗ്രാം വരെ എടുക്കാം. ഒരു 2 പച്ചമുളക്, ഞാനൊരു മീഡിയം സ്പൈസി ആയിട്ടുള്ള 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. വീണ്ടും നമ്മൾ മുളക് ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മീഡിയം എടുത്തത്. നിങ്ങൾ സ്പൈസ് ലെവലിനനുസരിച്ച് എടുക്കാം കേട്ടോ. നിറത്തിനും രുചിക്കും വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വേണം, 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയും വേണം. വെള്ളരിക്കയും തക്കാളിയും ഒക്കെ ഏകദേശം മോഡറേറ്റ് വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അധികം വലുതുമല്ല, അധികം ചെറുതുമല്ല. ഇങ്ങനെയാണ് സാധാരണ എൻ്റെ വീട്ടിൽ കട്ട് ചെയ്യുന്നത്, സമൂഹ സദ്യകളിലൊക്കെ കട്ട് ചെയ്യുന്ന പോലെ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുകയാണ്. അതിന് പാകത്തിന് വെള്ളവും വെജിറ്റബിൾസ് എല്ലാം നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നേരെ അടുപ്പിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുകയാണ്. 2 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ അരപ്പ് തയ്യാറാക്കാം. പുളിങ്കറിക്ക് സാധാരണ കാളനൊന്നുള്ള പോലെ ഒരുപാട് തേങ്ങ അരക്കില്ല. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 കപ്പോളം തേങ്ങ മാത്രമാണ്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് അധികം തരിതരിപ്പും അല്ല അധികം മിനുസോ അല്ലാത്ത രീതിയിൽ അരച്ചെടുക്കണം. പിന്നെ ഒരു 20 ഗ്രാമോളം പുളി, വാളൻ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പുളിങ്കറിക്ക് സാധാരണ വാളൻ പുളിയാണ് ഉപയോഗിക്കുക. വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ. അതും കൂടെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഇതപ്പോൾ ഒരു 2 മിനിറ്റോളം നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ കുക്കറിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഉപ്പ് നേരത്തെ തന്നെ ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മൾ ഇതല്ലാതെ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു തിള കഴിഞ്ഞിട്ടേ ഉപ്പ് ചേർക്കാവുള്ളൂ. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. ഇനി വേവിക്കുമ്പോൾ നമ്മുടെ ക്യുക്കമ്പർ, അതായത് വെള്ളരിക്ക ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ വേവിക്കണം. ഇതപ്പോൾ 5-6 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട്. വെള്ളരിക്ക എല്ലാം വെന്തിട്ടുണ്ട്, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. പുളിവെള്ളം ചേർത്ത് തുറന്ന് വെച്ച് കുറച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക്. ഈ പുളി ചേർത്തതിന് ശേഷം തിളച്ച് കഴിഞ്ഞിട്ട് തേങ്ങ ചേർക്കുന്നതിന് മുന്നേ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂണോളം ഉലുവപ്പൊടിയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ചെയ്യാം, പക്ഷെ അതിനേക്കാളും രുചിയേറും ഈ ഒരു സമയത്ത്. പുളി തിളച്ച് വരുന്ന സമയത്ത് ഉലുവ ചേർക്കുമ്പോൾ ഒരു നല്ലൊരു രുചിയാണ്, നല്ല വ്യത്യാസമുള്ള രുചിയാണ്. അത് 2 രീതിയിലും ചെയ്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഉലുവ ചേർത്തിളക്കി ഒരു 1/2 മിനിറ്റ് മുതൽ 1 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അരച്ചു വെച്ച തേങ്ങ ചേർക്കാം. തേങ്ങ അരയ്ക്കുന്നത് അധികം മിനുസവും അധികം തരിതരിപ്പും അല്ലാത്ത രീതിയിലാണ് തേങ്ങ അരയ്ക്കേണ്ടത്. മാത്രമല്ല പുളിങ്കറിയിൽ എപ്പോഴും തേങ്ങയൊന്ന് കുറവായിരിക്കും, സാധാരണ കാളനിലേക്കാളും ഒന്ന് കുറവായിരിക്കും. അങ്ങനെയാണ് നമ്മൾ തേങ്ങ അരച്ചെടുക്കേണ്ടത് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർക്കാം. അതൊന്ന് തേങ്ങ ചേർത്തതിന് ശേഷം വെട്ടി തിളക്കിയൊന്നും വേണ്ട, എന്നാലും ഒന്ന് പതഞ്ഞു പൊങ്ങി വരണം, അടിയിൽ നിന്ന് ബബിൾസ് വരണം. അപ്പം നമുക്ക് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം.
ഇതാ കണ്ടോ, അടുപ്പിൽ മാറ്റിയിട്ടും ഇപ്പോഴും ചട്ടിയുടെ ചൂടുകൊണ്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് താളിക്കാൻ വേണ്ട കാര്യങ്ങൾ നോക്കാം. അടുപ്പിൽ മീഡിയം ഫ്ലെയിമിൽ താളിക്കാൻ വേണ്ട ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം നമുക്ക്. പുളി തിളയ്ക്കുന്ന സമയത്ത് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഉലുവമണികൾ ചേർത്ത് കൊടുക്കാം. എന്നാലും സ്മെല്ല് കിട്ടും. പക്ഷെ മറ്റേ രീതിയിലൊന്നും നിങ്ങൾ ചെയ്ത് നോക്കണം. ഇതാ കടുകും ഉലുവയും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കുറച്ച് സെക്കൻഡ്സിനുള്ളിൽ തന്നെ സ്റ്റൗ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. അതൊരു നല്ലൊരു സ്മെല്ലും തരും, കൂടാതെ കറിക്കൊരു കളറും കൊടുക്കും. എന്നിട്ട് ഇത് നമുക്ക് നേരെ കറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡിയാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് രുചിയിലുള്ള വ്യത്യാസം ഫീഡ്ബാക്കായിട്ട് പറയണേ, കമൻറ്റിൽ പറയണേ. ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കരുത്. പിന്നെന്താ, ലവ് യു ഓൾ.